ഹായ് ഗുഡ് മോർണിംഗ്. അതായത് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മകൾ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടുകയാണ്. അതായത് വി ഡി സതീശൻ എങ്ങനെയാണോ പ്രസംഗിക്കുന്നത്, വി ഡി സതീശന്റെ വാക്കുകൾ എങ്ങനെയാണോ അതേ രീതിക്കാണ് വി ഡി സതീശന്റെ മകളുടെ വാക്ക്. ഏകദേശം ആ ഒരു മകള് 2 മിനിറ്റ് സംസാരിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. അത് നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. വി ഡി സതീശന്റെ അതേ സൗണ്ട് ആണോ, വി ഡി സതീശന്റെ അതേ ക്യാരക്ടർ ആണോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ. അതിനുശേഷം നമ്മുടെ വി ഡി സതീശൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂളത്തിനെ ആരാണ് പുറത്താക്കിയത്? ഞാൻ ഒറ്റക്കല്ല പുറത്താക്കിയത്, രാഹുൽ മാങ്കൂളത്തിനെ തിരിച്ച് പാർട്ടിയിൽ എത്തിക്കുമെന്ന് വി ഡി സതീശൻ തന്നെ വി ഡി സതീശന്റെ നാവിൽ നിന്ന് പറയുന്ന ആ ഒരു വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. ഓക്കെ. പിന്നീട് ഇന്നലെ രാത്രി റിപ്പോർട്ടർ ചാനലിൽ ചർച്ചയിൽ കോൺഗ്രസിനാണ് സപ്പോർട്ട്. മാധു ആയിരുന്നു അവിടെ മറ്റേ ന്യൂസ് അവർ അല്ല ആ ഒരു ചർച്ച അവതരിപ്പിച്ചത്. എന്നാൽ മാധു കൂടുതലായും സപ്പോർട്ട് കൊടുത്തത് കോൺഗ്രസിനാണ്. നോക്കൂ, ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടർ ചാനൽ കൂടുതലായി സപ്പോർട്ട് കൊടുക്കുന്നത് CPM-നാണ്. അത് വലിയ വിവാദമാണ്. സന്ദീപ് വാര്യർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന, പിണറായി വിജയനെ തള്ളിപ്പറയുന്ന ഒരു വീഡിയോ ദൃശ്യം കൂടിയുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. അതിനു മുമ്പ് നിങ്ങളുടെ കുഞ്ഞു വിരളൊന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണം. ഓക്കെ, ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യം നമുക്ക് മുഖ്യമന്ത്രിയുടെ മകൾ എന്താണ് പറയുന്നത് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ. ആഗ്രഹങ്ങള് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കുക, പിന്നെ അച്ഛന്റെ എഫേർട്സിനൊക്കെ നല്ലൊരു റിസൾട്ട് കാണണം, ഇതൊക്കെയാണ് പ്രാർത്ഥിച്ചത്. ഇപ്പോ അതായത് രണ്ടാമത്തെ തവണയാണ് ഇപ്പോ ഇലക്ഷൻ വരാൻ പോകുന്നു. വലിയ നിർണായകമായ ഒരു ഇലക്ഷനാണ്. അപ്പോൾ അച്ഛന്റെ ഒരു വിജയം അത് ഒരു ഭരണമാറ്റത്തിലേക്ക് അടക്കം കൊണ്ടുപോകുന്നുള്ള ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. അങ്ങനെയില്ല, അച്ഛന്റെ ആഗ്രഹം എന്താന്ന് നമുക്കറിയാം. അച്ഛൻ ഇപ്പൊ കോൺഗ്രസിന് മൊത്തത്തിൽ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ്. അപ്പം അത് നടക്കണമെന്നാണ് നമുക്ക് എല്ലാവർക്കും അത് അറിയാം. ആൾക്ക് അതാണ് വേണ്ടതെന്നുള്ളത്. അപ്പൊ അതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പം പ്രസന്റ്ലി നടക്കുന്ന കാര്യം നന്നായിട്ട് പോകണം. അതിന്റെ റിസൾട്ട് നമുക്ക് കാണുന്നുണ്ട് ഓരോ ദിവസവും. അപ്പൊ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ആയി പോകണം എന്നാണ്. അടുത്ത തവണ ക്ലിഫ് ഹൗസിന് മുൻപിൽ നിന്ന് പൊക്കലിടാനുള്ള ഭാഗ്യം ഉണ്ടാവും. അതൊന്നും അറിയില്ല. അങ്ങനെ ഒന്നും ഇപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്നില്ല, അതാണ് സത്യം. പ്രസിഡന്റിൽ മാത്രമാണ്. ഇപ്പൊ പ്രസന്റ്ലി നന്നായിട്ട് എപ്പോഴും ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ ഇത്രയും വർഷം കൂടുതലല്ലേ, അപ്പം നമുക്കറിയാം ആളുടെ ഹാർഡ് വർക്കിന്റെ എന്തോരം ചെയ്യുന്നുണ്ടെന്ന്. അപ്പം എല്ലാ പോയിന്റിലും അങ്ങനെ തന്നെ പോകണം എന്നാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, എനിക്കിത് കേൾക്കുമ്പോൾ വി ഡി സതീശന്റെ അതേ പ്രസംഗമായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, മറ്റൊരു വീഡിയോ ദൃശ്യം കൂടി നിങ്ങൾ കാണണം. ഈ മകൾ, അതായത് പൊങ്കാല ഇടുന്നതിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ ഈ മകൾ പറയുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. നല്ല വിശേഷം. ഞങ്ങളുടെ ആദ്യത്തെ പൊങ്കാല, കന്നി പൊങ്കാല. അതെ. എന്താണ് ഇടുന്നത് പൊങ്കാലയ്ക്ക്? മണ്ടപ്പുറ്റുണ്ട്. അതെ അതെ. ഇത് വി ഡി സതീശന്റെ സഹോദരിയാണ്. അതെ. ആശ. ഫസ്റ്റ് ടൈമാണ്. അതെ അതെ അതെ. ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് അങ്ങനെ വരാൻ നിന്നതാണ്. പക്ഷേ ചേട്ടത്തിക്കൊന്നും വരാൻ പറ്റിയില്ല. ബാക്കി വിചാരിച്ചവരെല്ലാവരും കൂടി പോന്നു. എന്താ ഈ പ്രാവശ്യം പൊങ്കാലയുടെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? അങ്ങനെ ഒരു ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരുമിച്ച് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വരണം എന്ന്. ഇപ്പം എൻ്റെ വലിയമ്മമാരുണ്ട്, 2-3 പേർക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങൾക്കൊരു നല്ല എക്സ്പീരിയൻസ്. അച്ഛനോട് ഇവിടെ നിൽക്കാൻ പറയണ്ടായിരുന്നു. അച്ഛൻ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു. അച്ഛൻ്റെ രീതിയിൽ എല്ലാം ചെയ്യുന്നു. ഞാൻ പൊങ്കാല ഇടാൻ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞുകൂടായിരുന്നു. അതിപ്പോ അച്ഛന്റെ തിരക്കുകൾ എനിക്ക് മനസ്സിലാവുമല്ലോ. അച്ഛൻ അങ്ങനെ ഞങ്ങൾക്ക് കുറവൊന്നും വരുത്താറില്ല. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പം ആവശ്യമുള്ളത് കൊണ്ടാണ് പോയെന്ന് നമുക്കറിയാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പൊങ്കാല ഇടുന്നതിനിടയിൽ വിളിച്ചോ, ചോദിച്ചോ കാര്യങ്ങളൊക്കെ? അന്വേഷിച്ചു. ഓക്കെ, ഈ വീഡിയോ ദൃശ്യം കാണുമ്പോൾ നല്ലൊരു കുടുംബമാണ് നമ്മുടെ വി ഡി സതീശന്റെ. മകളുടെ ആ ഒരു വാക്കിൽ നിന്ന് ആ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാവും. ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ആ പൊന്നുമോൾക്ക്. ഓക്കെ, ആദില, നിങ്ങൾക്ക് ഇവരെ അറിയാൻ പറ്റുമോ? അതായത് ബിഗ് ബോസ് താരമായ ആദില വി ഡി സതീശനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതെന്തായാലും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ. പുതിയ സർക്കാരിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇങ്ങനെ ഒരു ആള് കൂളാണെന്ന് തോന്നുന്നുണ്ട്. മോഡിഫൈ ചെയ്യാനൊക്കെയുള്ള അവസരം തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെയുണ്ട് മൊത്തത്തിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ പറ്റി എന്താണ് അതിലേക്ക് പറയാനുള്ളത്? നല്ല അഭിപ്രായം. പുള്ളി ഒരു പൂക്കി വൈബുണ്ട്. എനിക്ക് ഭയങ്കര കൂളാണ് ആള്. റീൽസും അതൊക്കെ കണ്ടിരുന്നു. അപ്പൊ ഭരണവും കൂളായിരിക്കും, എഫക്റ്റീവ് ആയിരിക്കും എന്ന് വിശ്വസിക്കും. യുവജനങ്ങളെ കയ്യിലെടുക്കും. അതാരത്? ഓക്കെ, ഇത് എന്തിന് വെച്ചു എന്ന് പറഞ്ഞാല് കുറെ ആളെ അയച്ചു തന്നതാണ്. പക്ഷെ ഇവരുടെ ജീവിതത്തെ കുറിച്ചിട്ട് ഞാൻ ഇഷ്ടം പോലെ ചർച്ച ചെയ്ത ഒരാളാണ്. എന്റെ ചാനൽ ആദ്യം തന്നെ
ഫോളോ ചെയ്യുന്നവർക്കറിയാം. അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇതൊരു നല്ല വീഡിയോ ആണ്. അതുകൊണ്ട് ഇതിൽ ഞാൻ അവരെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം പറയുന്നില്ല. കാരണം വി.ഡി. സതീശന്റെ ഫാമിലിയെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആണിത്. ഓക്കെ, നമുക്ക് വി.ഡി. സതീശൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വെച്ച് തരാം. അതിനുശേഷം ഇപ്പം ഞാൻ പ്ലേ ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണണം. ഫുള്ളായി കണ്ടാൽ അതിന്റെ ക്ലൈമാക്സ് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് റിപ്പോർട്ടർ ചാനൽ ഈ പറയുന്ന CPM-നെ തള്ളിപ്പറയുന്ന ഒരു ദൃശ്യമാണ്. നിങ്ങൾ ഫുള്ളായി കാണണം. ഏറ്റവും അവസാനമാണ് ക്ലൈമാക്സ് ഉള്ളത്. ഓക്കെ, അല്ല ഇങ്ങനെയല്ലല്ലോ ചോദിക്കാറ്. ആ ചോദിച്ചാൽ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ അല്ല ഇങ്ങനെയല്ലല്ലോ ഇടപെടാറ്. ആ ചോദ്യം ചോദിച്ചു, ഉത്തരം ഈ പറയാതെ തെന്നി മാറി, CPM-നെ കുറെ ആക്രമിച്ചു, ഇടതുപക്ഷത്തിനെ കുറെ ആക്രമിച്ചു, താങ്കൾക്ക് സന്തോഷമായി, ഒരു ഉപചോദ്യമില്ല. പക്ഷെ CPM-ന്റെ പ്രതിനിധിയോട് താങ്കൾ ഇങ്ങനെയല്ലല്ലോ. 10ഉം 20ഉം ഉപചോദ്യം ചോദിച്ച ചോദ്യങ്ങൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഞങ്ങൾക്കതിൽ പരാതിയൊന്നുമില്ല. ഞങ്ങൾ ഈ രാഷ്ട്രീയപരമായിട്ട് പറയേണ്ട അഭിപ്രായം പറഞ്ഞു. ഉത്തരവാദിത്തം അല്ല സന്ദീപേ, അത് കൈവശം വച്ചാൽ മതി. ഞാൻ എന്റെ സംസ്കാരത്തിനും എന്റെ രീതിക്കും അനുസരിച്ച് താങ്കൾ പല പ്രകോപനം ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞില്ല. അത് താങ്കൾ പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചത്. ഒറ്റ മിനിറ്റ്, താങ്കൾ പിടിച്ച കാവിക്കുടി അങ്ങ് മങ്ങിയപ്പോ ഏത് കൊടിയായ അറിയാം, കേരളത്തിലെ ജനതയ്ക്കും അറിയാം. അതുകൊണ്ട് അല്ല, ഏത് കാടിൽ ഇരുന്നാലും താങ്കൾ പിടിച്ച കാവിക്കൊടി നിറം മാറിയെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നെ കൊണ്ട് അത് പറയിപ്പിക്കണ്ട. താങ്കളുടെ പാർട്ടിയുടെ നിലപാട് പറയാൻ അധികം ഞാൻ കൃത്യമായിട്ട് പറയുക. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിരട്ടാനും ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതോടുകൂടി എല്ലാം അങ്ങ് പോയി എന്ന് പറഞ്ഞ് മുദ്ര കുത്തുവാണെങ്കിൽ അങ്ങ് മുദ്ര കുത്തിക്കോ. ഇതിലും വലിയ തോൽവി ഞങ്ങൾ തോറ്റിട്ടുണ്ട്. 1977 വർദ്ധിത വീര്യത്തോടെ ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയും ഈ 35 സീറ്റേ ഉള്ളൂ. അതുകൊണ്ട് CPM അങ്ങ് മിണ്ടാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ അതങ്ങ് മടക്കി 4 മടക്കി പോക്കറ്റിൽ വെച്ചോ. ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം പറയും, അഭിപ്രായം പറയും, കൃത്യമായിട്ട് ഉയർന്നു വരുന്ന ഓരോ വിഷയത്തിലും അന്തസ്സോടെ നിലപാട് പറയും. ഉപചോദ്യം ചോദിക്കാത്തതിൽ പരിഭവം പാടില്ലല്ലോ. അങ്ങ് പറയൂ, 21,000 ആദ്യ മന്ത്രിസഭയിൽ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നോ? അല്ല, ഞാൻ പറയട്ടെ, നിക്ക്. താങ്കൾ അങ്ങ് ബുദ്ധിമുട്ടല്ലേ? ഒറ്റ മിനിറ്റ്. 3 തവണ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു. ഏത്? ഒന്നുമില്ലാത്ത ഖജനാവ് 6300 കോടി രൂപ ഈ ഖജനാവിലുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്ക്. ഏപ്രിൽ കുടക്കേണ്ട മുഴുവൻ ചുമതലയും നിർവഹിച്ച് പെൻഷനും അതുപോലെ കുടിശ്ശികയും മറ്റെല്ലാം കൊടുത്ത് 6300 രൂപ പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവെന്ന് ഇവർ വിശേഷിപ്പിക്കപ്പെടുന്ന ഖജനാവിലുണ്ട്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയട്ടെ. നിങ്ങൾ ധവളപത്രം ഇറക്കുന്നതിന് 2 ലക്ഷം. അല്ല, നിങ്ങൾ ഇടപെടല്ലേ? ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോയേക്കാം. മാന്യമായി സമയം തന്നെ. ഇത്രയും നുണയും ആക്ഷേപവും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും കോൺഗ്രസ് പ്രതിനിധി പറയുമ്പോ സംഗീതം പോലെ കേട്ടിരുന്നു താങ്കൾ. ഒരക്ഷരം താങ്കൾ ഇടപെട്ടിട്ടില്ല. വീണ്ടും പറയാൻ അവസരം ചോദിച്ചപ്പോൾ 3 തവണ അവസരം കൊടുത്തു. ഒന്ന് കേൾക്കാം, അല്ലെങ്കിൽ ഞാൻ ചർച്ചയിൽ നിന്ന് പോയേക്കാം. വൈറ്റ് പേപ്പർ വരട്ടെ. ഒറ്റ മിനിറ്റ്. വൈറ്റ് പേപ്പറോ വരട്ടെ. എന്റെ സന്ദീപ് വാര്യരെ, എന്താണ് തോറ്റേന്റെ വിഷമോന്ന്? ഒരു കാര്യം പറയാം, റിപ്പോർട്ടർ ചാനൽ ആകെ പേടിച്ചിട്ടാണ്. അരുൺകുമാറിനൊക്കെ നിലവിൽ പേടിയാണ്. ചിലപ്പോൾ അറസ്റ്റ് അടക്കം ചെയ്യും. അങ്ങനെയൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ട് അരുൺകുമാർ. അതായത് രാഹുലിന്റെ കേസ് വന്നപ്പോ ഒക്കെ എന്തൊക്കെ കള്ള വാർത്തയാണ് അരുൺകുമാർ കൊടുത്തത്. പേടിക്കൂലേ? അതുകൊണ്ടാണ് റിപ്പോർട്ടർ കൂറുമാറിയത്, റിപ്പോർട്ടർ മാറ്റി പറയാൻ പഠിച്ചത്. ഇന്നലെ എന്റെ വീഡിയോയിൽ ഞാനൊരു ക്ലിപ്പ് വെച്ചിട്ടുണ്ട്, അരുൺകുമാർ മാറ്റി പറഞ്ഞത്. അതായത് എല്ലാവരും അതായത് ഈ പറയുന്ന നമ്മുടെ നവകേരള സദസ്സില് മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ UDF പ്രവർത്തകരെ ആക്രമിച്ചതിനെ നല്ലൊരു അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിച്ചത് തന്നെ ഈ പറയുന്ന അരുൺകുമാറിനൊക്കെ പേടിയാണ്. ഞങ്ങൾക്കൊക്കെ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ഞങ്ങളും ജയിലിൽ പോവേണ്ടി വരുമെന്ന് അരുൺകുമാറിന് അറിയും. അതുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ പേടിച്ച് വിറച്ചുകൊണ്ട് മാറ്റി പറയുന്നത്. ഓക്കെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്തിനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച ആളാണ് താങ്കൾ. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആൾക്കാരിങ്ങനെ വളർത്തിക്കൊണ്ട്, നമുക്ക് ഇതൊക്കെ ഒരു അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു സെക്കൻഡ് റോയെ, ഒരു തേർഡ് റോയെ വളർത്തിയെടുക്കാൻ വലിയ പങ്ക് കഴിഞ്ഞ 5 വർഷം വഹിച്ചിട്ടുണ്ട്. അവരെല്ലാം ഭയങ്കര പൊട്ടൻഷ്യലുള്ള ആളുകളാണ്, മിടുക്കരായിട്ടുള്ള ആളുകളാണ്, സംശയമൊന്നുമില്ല. അവർ നല്ല കഴിവുള്ള ഞാൻ പറയാറുണ്ടല്ല, എന്നെയും ബൈപ്പാസ് ചെയ്ത് പോവുകയും വലിയ കാലമില്ലാതെ അത്രയും മിടുക്കരായിട്ടുള്ള ആളുകളല്ല, നല്ലൊരു ടീമാണുള്ളത്. അതിലൊരാൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് വന്നപ്പോൾ ഞങ്ങളത് ഗൗരവതരമായി ഞങ്ങൾ പഠിച്ചിട്ട് ഞങ്ങൾ ടീമായി എടുത്ത തീരുമാനം എല്ലാവരും അത് പറയണം. ഞാൻ അവസാനം എൻ്റെ തലയിൽ മാത്രമായി
എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ പ്രയാസത്തോടു കൂടി എടുത്ത തീരുമാനമാണ്. അവിടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരിൽ ഒരാളാണ്, എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അയാൾ ആ തീരുമാനം എടുക്കേണ്ടി വന്നു. രാഷ്ട്രീയത്തിൽ അപ്രിയങ്ങളായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. തീരുമാനം എടുത്തു ഇല്ലേ, ആ തീരുമാനം എടുത്തു, അതിൽ ഉറച്ചു നിന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര അറ്റാക്ക് എനിക്കെതിരെ ഉണ്ടായി. ഞാൻ ഈ തീരുമാനം എടുത്തതിന് ചങ്ക് പൊട്ടിയെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിനെ ആക്ഷേപിക്കുകയായിരുന്നു കംപ്ലീറ്റ്. കുറേ ആളുകൾ ആരാണെന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ തീരുമാനിച്ചത് സോഷ്യൽ മീഡിയ ഒന്നും അറ്റാക്ക് ചെയ്താലൊന്നും നമ്മുടെ തീരുമാനം ഡൈലൂട്ട് ചെയ്യാൻ പാടില്ല. പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തു, സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ചങ്ക് പൊട്ടിയിട്ട് തീരുമാനം എടുത്തെന്ന് പറയുന്നത് വിഷമം ഉണ്ടാവും നമുക്ക്. പക്ഷെ അത് ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. അതെന്താണ്, അത് അങ്ങനെ തീരുമാനം എടുത്തു, ഒറ്റപ്പെട്ട സംഭവം. അതിനർത്ഥം എല്ലാവരും അങ്ങനെയാണെന്നല്ലല്ലോ. വേറെ ഒരുപാട് ആളുണ്ടല്ലോ, ഇതിൻ്റെ കൂടെ ഒരുപാട് ആളുണ്ടല്ലോ, ഒരാളല്ലല്ലോ. ആളുണ്ടായിരുന്നു, ഫ്രണ്ടിലുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ട്. ഞാനത് എത്രയും വിഷമം അനുഭവിച്ച ജീവിതത്തിൽ തന്നെ, രാഷ്ട്രീയ ജീവിതത്തിൽ അത്രയും വിഷമം അനുഭവിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ നമ്മൾ വളർത്തിയെടുക്കുന്നതിലൊരു പാളിച്ച സംഭവിക്കുന്ന അതല്ലല്ലോ, നമുക്ക് അതൊന്നും നോക്കിയിട്ടല്ലല്ലോ. നമ്മൾ അവരുടെ പൊട്ടൻഷ്യലായിരുന്നു, നമ്മൾ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചു. ഇപ്പോൾ ഒരാൾ സിഗരറ്റ് വലിക്കുവോ, കള്ളു കുടിക്കുവോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇമ്മോറൽ ആക്ടിവിറ്റീസ് ഉണ്ടോ എന്നൊന്നും നമുക്കങ്ങനെ ആരെപ്പറ്റിയും അവരുടെ ജാതകമൊന്നും അന്വേഷിച്ച് പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ നോക്കുന്നത് അവർ മിടുക്കരാണോ, അവർ കഴിവുള്ളവരാണോ, നല്ല പൊട്ടൻഷ്യൽ ഉള്ളവരാണോ, നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നവരാണോ, നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നവരാണോ എന്നല്ലേ നോക്കുള്ളൂ. അതൊക്കെ നമുക്ക് പറയണ്ട, അതങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എത്ര ഓക്കെ, നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് രാഹുൽ മാങ്കൂടത്തിനെ തിരിച്ചെടുക്കുമെന്ന് തന്നെയാണ്. അതായത് അവസാനം വരട്ടെ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ രാഹുൽ മാങ്കൂടത്തിന്റെ തിരിച്ചുവരവിനായി ഞാനും കാത്തിരിക്കുന്നു. കാരണം റിണി എന്ന ഒരു പെൺകുട്ടി കാരണം, ഒരു പെണ്ണ് കാരണം, കുട്ടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, റിണി കാരണമാണ് നമ്മുടെ രാഹുൽ മാങ്കൂടത്തിന്റെ ജീവിതം ഇല്ലാതായത്. ഇല്ലെങ്കിൽ നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ നിന്നൊരു MLA അല്ല, അതിനും അപ്പുറം, MLAക്കപ്പുറം ഒരു വലിയൊരു മന്ത്രിയും കൂടി ആവേണ്ട ഒരാളായിരുന്നു. റിണിയോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മോളെ റിണിയെ, എന്താണ് സരിതയുടെ അവസ്ഥ? സരിത എന്താണ് നിലവിൽ അനുഭവിക്കുന്നത്? ആ കാര്യം റിണി ജസ്റ്റ് ഒന്ന് അന്വേഷിക്കണം. സരിതയുടെ കുടുംബക്കാരോടോ അല്ലെങ്കിൽ സരിതയുടെ നമ്പർ എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ട് സരിതക്ക് വിളിച്ചിട്ട് എന്താണ് സരിതയുടെ അവസ്ഥ അത് റിണി ഒന്ന് മനസ്സിലാക്കണം. കാരണം റിണിക്ക് സരിതയുടെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രോഗം കൊണ്ട് മല്ലടിക്കുകയാണ്. ഇത് മുമ്പത്തെ പോലത്തെ കാലഘട്ടമല്ല. മുമ്പ് നമ്മളൊരു തെറ്റ് ചെയ്താൽ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത് 10-20 വർഷം കഴിഞ്ഞിട്ടാണ്. ഇപ്പം അങ്ങനെയല്ല. ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്താൽ 2 ദിവസത്തിനുള്ളിൽ കർമ്മ, ദൈവം എന്നെ ശിക്ഷിക്കും. അതുകൊണ്ട് റിണിയെ, കർമ്മ എന്ന വലിയൊരു സംഗതി ഉടൻ തന്നെ വരാൻ പോവുകയാണ്. നിനക്ക്, അതായത് ഈ പറയുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഈ പറയുന്ന റിണിക്കെതിരെ കളിയാക്കലും അത് കല്ലെറിയാനൊക്കെ ശ്രമിച്ചത് നിങ്ങളും കണ്ടതാണ്. അപ്പോൾ റിണിയോട് ഒരു കാര്യം പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഞാൻ ചെയ്തത് തെറ്റെന്ന് പറഞ്ഞിട്ട് മാപ്പുമായി വന്നാൽ ഒരുപക്ഷെ ദൈവം വെറുതെ വിടും, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ദൈവം ശിക്ഷിക്കും. കാരണം രാഹുൽ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതം വെച്ചാണ് നീ കളിച്ചത്. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.